ക്ഷേമ പെൻഷനിൽ ആശ്വാസ നടപടിയുമായി സർക്കാർ. വെള്ളിയാഴ്ച മുതൽ 2 ഗഡു ഒരുമിച്ച് നൽകും. 1604 കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി. 62 ലക്ഷം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഗുരുതര വീഴ്ചയിൽ നടപടി. നവജാത ശിശുവിന്റെ കാലിൽ സൂചി തറച്ചു കയറിയ സംഭവത്തിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടിയെന്ന് ആശുപത്രി സൂപ്രണ്ട്. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ ഹാജരാകാൻ നിർദ്ദേശം. കേസിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ കോൺഗ്രസ്. CPM നേതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം. രാജ്യത്തെ നടുക്കിയ ആർജിക്കർ ബലാത്സംഗ കൊലയിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കൊൽക്കത്ത കോടതി. സുരക്ഷാ വീഴ്ചയിൽ 17 ലക്ഷം സർക്കാർ നഷ്ടപരിഹാരം നൽകണം. കാമുകനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. പ്രതിക്ക് പ്രായത്തിന്റെ ആനുകൂല്യം നൽകില്ലെന്ന് കോടതി. അമ്മാവൻ നിർമ്മലകുമാറിന് 3 വർഷം തടവ്. കോടതി മുറിയിൽ നിർവികാരയായി വിധി കേട്ട് ഗ്രീഷ്മ. പൊട്ടിക്കരഞ്ഞ് ഷാരൂണിന്റെ കുടുംബം. മാതൃകാപരമായ ഒരു ശിക്ഷാവിധിന് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തി തന്നു. We're going to make our country greater than ever before. Hello, Washington, and hello, America. We're all over America. അമേരിക്കയിൽ വീണ്ടും ട്രംപ് കാലം തുടങ്ങുന്നു. ഇന്ന് രാത്രി 10:30 സത്യപ്രതിജ്ഞ. ബൈഡൻ സർക്കാരിന്റെ നിരവധി തീരുമാനങ്ങൾ പിൻവലിക്കുമെന്ന് ട്രംപ്. ടിക്ടോക്കിന് തൽക്കാല സംരക്ഷണമടക്കം 100 ഉത്തരവുകളിൽ ആദ്യ ദിനം ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷ.